മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതീയ പൈതൃക പ്രകാരം ഋണം അഥവാ കടം 3 തരത്തിലാണ്. വീട്ടാൻ സാധിക്കാത്ത 3 തരത്തിലുള്ള കടമാണ് നമുക്കുള്ളത്. പിന്നെ വീട്ടാൻ സാധിക്കുന്ന കടങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് ആയിട്ടും ബാങ്ക് ലോണായിട്ടും വെഹിക്കിൾ ലോണായിട്ടും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കയ്യിൽ നിന്ന് കടമായിട്ടും എല്ലാം വാങ്ങിക്കുന്നു. അതെല്ലാം നമുക്ക് തിരിച്ചു വീട്ടാൻ സാധിക്കുന്നതാണ്. വീട്ടാൻ സാധിക്കാത്ത 3 കടങ്ങളിൽ ഒരെണ്ണം ദേവഋണം, 2 ഋഷി ഋണം, 3 പിതൃഋണം. ഈ 3 വാക്കുകൾ നിങ്ങൾ പഠിക്കണം. ദേവ, ഋഷി, പിതൃഋണങ്ങൾ. ദേവഋണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രകൃതിയോടുള്ള നമ്മുടെ കടപ്പാടാണ്. എത്രയോ തരം ജീവികള്, ജന്തുക്കൾ ഈ ലോകത്തിലുണ്ട്. അതിൽ മനുഷ്യനായി ജനിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടി. സാമാന്യം നല്ല രീതിയിൽ ധന്യമായൊരു ജീവിതം നയിക്കാൻ ആവശ്യമായിട്ടുള്ള ശരീരാവയവങ്ങള്, ആ ശരീരാവയവങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങള്, നമുക്ക് ധന്യമായിട്ട് നിലനിൽക്കണമെന്ന് തോന്നലുണ്ടാക്കുന്ന മനസ്സിലെ ഇച്ഛാശക്തി, നമ്മളുടെ തലച്ചോറിൽ വികസിപ്പിക്കാവുന്ന ജ്ഞാനശക്തി, നമ്മളുടെ ശരീരത്തിൽ വികസിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യാവുന്ന ക്രിയാശക്തി, ഇതെല്ലാം മനുഷ്യനിൽ ഇൻഹറന്റ് ആയിട്ട് ഈ പ്രകൃതി ദേവത നമുക്ക് തന്നു. മറ്റ് പല മൃഗങ്ങൾക്കുമില്ലാത്ത ഒത്തിരി ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റിയ വിധത്തിലുള്ള ശരീരാവയവങ്ങള്, ധന്യമായ ജീവിതം, കുടുംബസങ്കല്പം, അങ്ങനെ നമുക്ക് നമ്മളുടെ ഇഷ്ടമനുസരിച്ച് നന്മകളും കൂടി ചേർത്ത് ഓർമ്മശക്തിയും വെച്ച് മറ്റ് പല മൃഗങ്ങൾക്കുമില്ലാത്ത വികാര വിചാര വിവേകങ്ങള് അതെല്ലാം നമുക്ക് തന്ന് 80-85 വയസ്സ് വരെ ജീവിക്കാനും, അസുഖങ്ങളും രോഗങ്ങളും വരുമ്പോൾ സ്വയം ചികിത്സിക്കാനും, അല്ലെങ്കിൽ ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് ചികിത്സയിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാനും, മനസ്സിന് ധന്യമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന പലതും കേൾക്കാനും കാണാനും ചർച്ച ചെയ്യാനും ചിന്തിക്കാനും എല്ലാം സാധിക്കുന്ന വിധത്തിലുള്ള ഒരു രൂപവും ഭാവവും പൊക്കവും വണ്ണവും എല്ലാം നമുക്ക് തന്നത് ഈ പ്രകൃതിയാണ്. ആ പ്രകൃതിയോടുള്ള കടപ്പാട് നമുക്ക് വീട്ടണമെങ്കിൽ നമ്മളെ എങ്ങനെ പ്രകൃതി സംരക്ഷിക്കുന്നുവോ അതേപോലെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ദേവഋണം നമുക്ക് വീട്ടാൻ സാധിക്കുള്ളൂ. അതേപോലെ നമുക്കുള്ള 2ാമത്തെ ഋണം ഋഷി ഋണമാണ്. നമ്മളുടെ ഋഷിവര്യന്മാര്, നമുക്ക് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്. അതെഴുതിയത് ആയിരക്കണക്കിന് ആചാര്യന്മാരാണ് അഥവാ ഋഷിമാരാണ്. അതിൽ ആയിരക്കണക്കിന് വിഷയങ്ങളുണ്ട്. അത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടാണ് എഴുതിയത്. അവരൊന്നും അത് പേറ്റന്റ് എടുത്ത് വെച്ചില്ല. ഞങ്ങൾ പറഞ്ഞതാണ് അവസാനത്തെ വാക്കെന്നവർ പറഞ്ഞില്ല. ഈ സംസ്കാരത്തിൻ്റെ അടിത്തട്ടുകളിലെ അടിശിലകളായ ഈ ഗ്രന്ഥങ്ങൾ മറ്റ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യരുതെന്ന് പറഞ്ഞ് കോപ്പിറൈറ്റ് വെച്ചില്ല.
അതിനകത്ത് മനുഷ്യന്റെ മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും ധന്യമായിട്ടുള്ള അറിവുകൾ കൊടുത്തു. അതിനകത്ത് ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ഉപകഥകളും കഥകളും ഗ്രന്ഥങ്ങളും ഉപദേശങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും പ്രാർത്ഥനകളും മന്ത്രങ്ങളും എല്ലാം എഴുതി. നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ പഠിക്കാനായിട്ട് ഉപദേശിച്ചു. അത് നിലനിർത്താൻ തപശ്ചര്യയിലൂടെ അവർക്ക് സാധിക്കുന്നതെല്ലാം ചെയ്തു. അതിലൂടെ ജീവിക്കുകയാണെങ്കിൽ ധന്യമായൊരു ജീവിതമാകുമെന്ന് ഉപദേശിച്ചു. അതിലൂടെ അല്ലാതെ ജീവിക്കരുതെന്ന് പറഞ്ഞില്ല. ആ ഗ്രന്ഥങ്ങളും ഗ്രന്ഥങ്ങളുടെ ഉള്ളടക്കത്തെയും വിമർശിക്കാനും എതിർക്കാനും പുച്ഛിക്കാനും നിഷേധിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകി. ഏത് തരത്തിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാനും ദുർവ്യാഖ്യാനം നടത്താനും നമ്മുടെ ഋഷിമാര് നമുക്ക് അനുമതി നൽകി. മാത്രമല്ല, ഭാരതം എന്ന രാഷ്ട്രത്തിലെ വൈവിധ്യമാർന്ന ജീവിത ശൈലികളും എല്ലാം ഉണ്ടായിട്ടും അവര് നമുക്ക് നൽകിയ ഈ അറിവാണ് ഇന്നും ഭാരതത്തെ ഭാരതമാക്കി നിലനിർത്തുന്നത്. ആ ഋഷിമാരുടെ ആ അറിവ് തിരസ്കരിച്ച് ജീവിച്ചവര് നമുക്ക് കാണാൻ സാധിക്കും. പാകിസ്ഥാനില് ഭാരതീയ പൈതൃകം ഉപേക്ഷിച്ചു പോയവര് ഭാരതത്തിന്റെ ശത്രുക്കളായി മാറി. കാശ്മീരിൽ ഭാരതത്തിന്റെ പൈതൃകം ഉപേക്ഷിച്ചു പോയവര് ഭാരതത്തിന്റെ ശത്രുക്കളാവുന്ന രീതിയിൽ പെരുമാറുന്നു. ഭാരതത്തിന്റെ സംസ്കാരം ഉപേക്ഷിച്ചു പോയ ബംഗ്ലാദേശിലുള്ളവര് ഭാരതത്തിന്റെ ശത്രുക്കളാവുന്ന മാതിരി നമുക്ക് കാണാൻ സാധിക്കും. നാഗാലാൻഡിലും മിസോറാമിലും ഈ സംസ്കാരം ഉപേക്ഷിച്ച് മതം മാറിപ്പോയവര് തീവ്രവാദികളെ പോലെ പെരുമാറുന്നു, രാഷ്ട്രത്തിനെതിരെ പെരുമാറുന്നു. അപ്പൊ രാഷ്ട്രത്തിന്റെ ഐക്യവും രാഷ്ട്രത്തിന്റെ അഖണ്ഡതയും രാഷ്ട്രത്തിന്റെ നന്മയും നിലനിർത്തിയ ആ സാംസ്കാരിക മൂല്യങ്ങള് നമുക്ക് നൽകിയ ഋഷിമാരോടുള്ള ഒരു കടപ്പാടുണ്ട് നമുക്ക്. ആ ഋഷിമാരോടുള്ള കടപ്പാട് നമുക്ക് വീട്ടാൻ സാധിക്കുന്നത് അവര് നൽകിയ സന്ദേശങ്ങളില് ഒരെണ്ണമെങ്കിലും നമ്മൾ പഠിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുക്കാം. നമുക്ക് പ്രകൃതിയോടുള്ള കടപ്പാട് വീട്ടാൻ പ്രകൃതിയെ സംരക്ഷിക്കാം. ഋഷിമാരോടുള്ള കടപ്പാട്, ഋഷി ഋണം, അത് വീട്ടാൻ അവര് പറഞ്ഞു തന്ന ഏതെങ്കിലും ഒരു വിഷയം അടുത്ത തലമുറയ്ക്ക് കുറേ പേരെങ്കിലും പഠിപ്പിക്കുക. മൂന്നാമത്തെ കടമെന്ന് പറയുന്നത് പിതൃഋണമാണ്. നമ്മളുടെ അച്ഛനമ്മയോടുള്ള ഋണം മാത്രമല്ല പിതൃഋണം. പുറകോട്ട് അച്ഛനോടും അമ്മയോടും അവരുടെ അച്ഛനോടും അമ്മയോടും അവരുടെ അച്ഛനോടും അമ്മയോടും അങ്ങനെ പുറകോട്ട് പോകുമ്പോൾ ഒരു തലമുറയിൽ ആരെങ്കിലും മാറിയിരുന്നെങ്കിൽ, ഒരാളിൽ മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ഷെയ്പ്പും സൈസിലും കൂടെ ഈ ഭൂമിയിലേക്ക് വരുമായിരുന്നില്ല. ഈ ഷെയ്പ്പ് ഈ സൈസ് വെച്ചുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമായിരുന്നില്ല. നമ്മൾ ഇങ്ങനെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഭൂമിയിൽ വന്ന് ഈ ഭൂമിയിലെ ധന്യമായിട്ടുള്ള അനുഭവങ്ങളെല്ലാം ആസ്വദിച്ച് ഇവിടെ നിലനിന്ന് ഇവിടുത്തെ മഴയും ഇവിടുത്തെ തണുപ്പും ഇവിടുത്തെ കാറ്റും ഇവിടുത്തെ സൗന്ദര്യവും ഇവിടുത്തെ ഫലമൂലാദികളും അങ്ങനെ ചെവിക്കും കണ്ണിനും മൂക്കിനും നാക്കിനും ത്വക്കിനും പിന്നെ കർമ്മേന്ദ്രിയങ്ങളായ കയ്യിനും കാലിനും നാക്കിനും ഡൈജസ്റ്റീവ് ഓർഗൻസിനും പ്രൊക്രിയേറ്റീവ് ഓർഗൻസിനും എല്ലാം ധന്യമായിട്ടുള്ള അനുഭൂതികൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് ഈ ഭൂമിയിലേക്ക് വരാൻ അച്ഛനിലൂടെയും അമ്മയിലൂടെയും അതിൻ്റെ പുറകിലുള്ള തലമുറകൾ നമുക്ക് അവസരം നൽകിയത് കൊണ്ടാണ്. ഇപ്പൊ മാതാപിതാക്കളോടും അവരുടെ പുറകിലുള്ള തലമുറയോടുമുള്ള കടപ്പാട് നമുക്ക് വീട്ടാൻ സാധിക്കില്ല. അത് പിതൃഋണം എന്നറിയപ്പെടുന്നു. അത് നമുക്ക് കുറേയെങ്കിലും തിരിച്ച് പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നത് അവരെ സംരക്ഷിക്കുന്നതിലൂടെയാണ്, അവരെ പരിചരിക്കുന്നതിലൂടെയാണ്. അവർ നമുക്ക് ജന്മം നൽകി കൈപിടിച്ച് വളർത്തി വായിൽ അമ്പിളിയമ്മാവനെ കാണിച്ച് ചോറ് തന്ന് നമ്മൾ കരയുമ്പോൾ താരാട്ട് പാട്ട് പാടി നമ്മളെ വളർത്തി നമ്മളുടെ ദുഃഖം അവർക്ക് തന്നാലും നമ്മളെ ദുഃഖിപ്പിക്കരുതേ ജഗദീശ്വര എന്ന് പ്രാർത്ഥിച്ച്
മക്കൾക്ക് എന്നും നന്മ വരണമേ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരമ്മയും അച്ഛനും ആ ധന്യമായ ജീവിത ത്യാഗം തിരിച്ച് എത്ര കൊടുത്താലും മതിയാവില്ല. എങ്കിലും പിതൃഋണം നമുക്ക് വീട്ടാൻ സാധിക്കുന്നത് അവരെ പരിരക്ഷിച്ചും സംരക്ഷിച്ചും അവരെ ശുശ്രൂഷിച്ചും അവർ നമുക്ക് നൽകിയ ധന്യമായിട്ടുള്ള അനുഭവങ്ങൾ അടുത്ത തലമുറയ്ക്ക് അതേ രീതിയിൽ കൈമാറിയുമാണ് പിതൃഋണം നമുക്ക് വീട്ടാൻ സാധിക്കാം. വീട്ടാൻ സാധിക്കില്ല, അക്നോളജ് ചെയ്യാൻ സാധിക്കാം. അപ്പൊ ദേവഋണം, ഋഷിഋണം, പിതൃഋണം ഇത് മൂന്നും തേച്ചു മാച്ച് കളയാൻ പറ്റുന്നതല്ല. മറിച്ചുണ്ടാക്കുന്ന ഋണം അത് ബാങ്ക് ലോൺ ആയാലും വ്യക്തിപരമായിട്ടുള്ള ഋണം കടമായാലും മരിക്കുന്നതിന് മുമ്പ് പൂർണ്ണമായിട്ടും അത് വീട്ടാൻ ശ്രമിക്കണം. ഈ ലോകത്തിൽ ആരോടെങ്കിലും കടം വെച്ച് യാത്ര പുറപ്പെടരുത്. നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം മേടിച്ച് അത് നിലനിർത്തിക്കൊണ്ട് നമ്മൾ മരിച്ചാല് മരിക്കുന്ന സമയത്ത് പോലും ഞാൻ ഇന്ന ആൾക്ക് കടം വീട്ടാനുണ്ടല്ലോ എന്ന തോന്നലും, ഇയാൾ മരിച്ചാൽ എനിക്ക് ആ പൈസ ഇനി കിട്ടില്ലല്ലോ എന്ന ശാപവും. അതുകൊണ്ട് നല്ല ആരോഗ്യമുള്ള കാലത്ത് തന്നെ കടം വീട്ടാനുള്ളതെല്ലാം വീട്ടിയേക്കണം. മാത്രമല്ല, നമുക്ക് ആഡംബരപൂർണമായൊരു ജീവിതത്തിന് കഴിയുന്നത്രയും കടമെടുക്കാതിരിക്കാനും ശ്രമിക്കണം. കടമെടുക്കുമ്പോൾ അത് എത്ര എടുക്കണം, എത്ര ദിവസം കൊണ്ട് അത് വീട്ടണം എന്നുള്ളത് കൂടി മുമ്പിൽ കണ്ടുകൊണ്ട് വ്യാവഹാരിക ലോകത്തിലെ ഋണം ഉണ്ടാക്കാൻ പാടുള്ളൂ. അച്ഛനും അമ്മയും എടുത്ത കടം മക്കൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും മാതാപിതാക്കളുടെ മരണശേഷം മക്കള് അച്ഛനെയും അമ്മയെയും ശപിക്കും. അച്ഛനും അമ്മയും ഉണ്ടാക്കിയ കടമാണ് എൻ്റെ ഗതി ഇങ്ങനെ ആക്കിയത് എന്നൊരു തോന്നലുണ്ടാകാൻ അവസരം നൽകാത്ത വിധത്തില് അത്യാവശ്യമെങ്കിൽ മാത്രമേ വ്യാവഹാരിക ലോകത്തിലെ കടം ജീവിതത്തെ സന്തോഷപ്രദമാക്കാൻ എന്ന പേരില് ആഡംബരപൂർണമായ ജീവിതത്തിന് എടുക്കാവൂ. പക്ഷെ നിലനിൽപ്പിന് ഒരു വ്യവസായത്തിനോ വിദ്യാഭ്യാസത്തിനോ കടമെടുക്കണമെങ്കിൽ നിർബന്ധമായും അത് തിരിച്ചടയ്ക്കുമെന്ന ഉറച്ച തീരുമാനത്തിലൂടെ വേണം ഭൗതിക ബാഹ്യമായ ഋണം ജീവിതത്തില് ഭാരമാകാതെ ഭാഗമായിക്കൊണ്ട് എടുക്കാനെന്ന് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം. നമസ്കാരം.